സർക്കാരിന്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ സിഗ്നേച്ചർ ക്യാമ്പയിൻ. വോട്ട് കൊള്ളയിൽ മോദിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുപോലെ കുറ്റക്കാരെന്നും ആക്ഷേപം. കോതമംഗലത്ത് നടത്തിയ ക്യാമ്പയിനിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയൊട്ടാകെ നടക്കുന്ന വോട്ട് ചേരി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് കോതമംഗലത്ത് സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വോട്ട് മോഷ്ടാക്കൾക്കെതിരെ ജനാധിപത്യത്തിന്റെ കയ്യൊപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളിലെല്ലാം ജനാധിപത്യം തല്ലി തകർക്കപ്പെടുകയോ ജനാധിപത്യം ഇല്ലാതാവുകയോ ചെയ്യുമ്പോഴും കഴിഞ്ഞ 78 വർഷക്കാലങ്ങൾ നമ്മളെല്ലാം അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം 2014 അപ്രതീക്ഷിതമായി അധികാരത്തിലേറിയ RSS നേതൃത്വം കൊടുക്കുന്ന BJP-യുടെ കേന്ദ്ര സർക്കാർ 11 വർഷക്കാലം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ജനാധിപത്യത്തെ ഒരു പോറൽ മേൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി 61 വർഷം 2014 മുതൽ നമുക്കറിയാം. ഈ 11 വർഷക്കാലം രാജ്യത്തെ ജനാധിപത്യം മാത്രമല്ല മഹിതമായ പാരമ്പര്യങ്ങളും ഒരുപാട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ധീരദേശാഭിമാനികൾ അവരെല്ലാവരും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ പണപുരിയുടെ ഒക്കെ നേടിത്തന്ന ആ മഹിതമായ പാരമ്പര്യമൊക്കെ തച്ചു തകർത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ നേതാക്കളായ ബാബു ഏലിയാസ്, AG ജോർജ്, KP ബാബു, PP ഉതുപ്പാൻ, അബു മൊയ്തീൻ, എബി അബ്രഹാം, MS എൽദോസ്, അഡ്വക്കേറ്റ് PSA കബീർ, ജെയ്മോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 60 കോതമംഗലം.